ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയുടെയും ശോഭയുടെയും ഒക്കെ ലക്ഷ്യങ്ങളെ, അവരുടെ സ്വപ്നങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സത്യം ഉം, തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം കൈവരിച്ച് സത്യത്തിന്റെ വിജയക്കൊടി പാറിക്കുന്ന ആ നിർണായക നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. അവന്തികയുടെ കൊടും ക്രൂരതകൾ ഏറ്റുവാങ്ങി ഒടുവിൽ തന്റെ കുടുംബത്തിന്റെ സംരക്ഷകയായി മാറേണ്ടിയിരുന്ന അർച്ചന ആ കുടുംബത്തിന്റെയും തന്റെ ഭർത്താവിന്റെയും ജീവിതത്തിന് വേണ്ടി, അവരുടെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി കൈക്കുഞ്ഞുമായി ആ വീട് വിട്ടിറങ്ങിയ അർച്ചനയുടെ ആ തീരുമാനം എന്ത് കാരണത്താലായിരുന്നു എന്നുള്ള സത്യം അർച്ചന മാത്രം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇത്രയും വർഷക്കാലം മറ്റുള്ളവരുടെ മുന്നിൽ താൻ ആരാണെന്നുള്ള സത്യം സ്വയം മറന്നുകൊണ്ട് തൻ്റെ യഥാർത്ഥ പേരെന്താണെന്നോ തൻ്റെ കുടുംബം ഏതാണെന്നോ താൻ ആരാണെന്നോ ആ സത്യം അറിയാതെ ഒരു ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നടന്നിരുന്ന അർച്ചന അവസാനം വെളിച്ചത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ശിവ ശിവയോഗിയുടെ ആ ആശ്രമത്തിൽ എത്തിച്ചേർന്ന അർച്ചനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അർച്ചനയിൽ ഉണ്ടായിരിക്കുന്ന ആ മാറ്റം, അർച്ചന എന്ന ആ വ്യക്തി ആരാണെന്നും തൻ്റെ മുന്നിൽ സമൃദ്ധ എന്ന കള്ളപ്പേരിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ കള്ളപ്പേര് നൽകി താൻ ആരാണെന്ന സത്യം മറന്നുപോയ ആ പെൺകുട്ടിയുടെ യഥാർത്ഥ ചരിത്രം എന്തായിരുന്നെന്നും അവളുടെ ജീവിതം എന്തായിരുന്നുവെന്നും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയ ശിവയോഗി ഈ ആശ്രമം വിട്ടു പോകുമ്പോൾ, ചികിത്സ കഴിഞ്ഞ് പോകുന്ന നിമിഷത്തിൽ എല്ലാ സത്യങ്ങളും തിരിച്ചറിയുമെന്നും പുതിയൊരു ജീവിതത്തിലേക്കാണ് കാലെടുത്ത് വെക്കാൻ പോകുന്നത് എന്നുള്ള ആ സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചികിത്സയിലേക്ക് കടന്നത്. എന്നാൽ ചികിത്സയിലുടനീളം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ചികിത്സ ഭംഗിയായി നടക്കാതിരിക്കാനും ചികിത്സ മുടങ്ങാനും, അർച്ചനയുടെ ഓർമ്മകളിലേക്ക്, അർച്ചനയുടെ മനസ്സിലേക്ക് മടങ്ങി വരുന്ന നഷ്ടപ്പെട്ടുപോയ ആ ഓർമ്മകളെ വീണ്ടെടുക്കാതെ വീണ്ടും ആശയക്കുഴപ്പത്തിലായി ഇത്രയും നാൾ താൻ എങ്ങനെയാണോ ജീവിച്ചത് അതിനേക്കാളും സങ്കീർണമായ അവസ്ഥയിൽ ആ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ശോഭയും അവന്തികയും നിരന്തരമായി നടത്തിയിട്ടും അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ശിവയോഗിയുടെ സംരക്ഷണത്തിലും ഭഗവാന്റെ അനുഗ്രഹത്തിലും വീണ്ടും തൻ്റെ ജീവിതത്തിലേക്കും തൻ്റെ സ്വബോധത്തിലേക്കും മടങ്ങിയെത്തുകയാണ് അർച്ചന. ഒടുവിൽ അവസാന ദിവസത്തെ പൂജയിലേക്ക് കടക്കുന്ന ആ നിമിഷത്തിൽ അർച്ചന അണിയേണ്ടിയിരുന്ന സാരി പോലും അറിയാതെയാണെങ്കിൽ പോലും അർച്ചനയുടെ താലിച്ചരടിന്റെ യഥാർത്ഥ അവകാശിയായ സച്ചിയുടെ കൈകളിൽ കൊണ്ട് തന്നെ ആ സാരി അർച്ചനയ്ക്ക് സമ്മാനമായി ലഭിക്കുന്നു. അങ്ങനെ ആ പട്ടുസാരി അണിഞ്ഞുകൊണ്ടാണ് ഒരു ദേവിയായി അണിഞ്ഞൊരുങ്ങി ദേവിയുടേതായ എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ സന്യാസിനിമാരോടൊപ്പം നേരെ ആശ്രമത്തിലെ ആ ക്ഷേത്രത്തിലേക്ക് ധന്വന്തരിമൂർത്തിയുടെയും ശിവപാർവതിയുടെയും മുന്നിലേക്ക് എത്തുകയാണ് അർച്ചന. ഇതിനിടയിൽ നേരത്തെ തന്നെ അവിടുത്തെ ചിത്രാ പൗർണമി ആഘോഷത്തിൽ പങ്കുചേരാനായി എത്തിച്ചേർന്ന സച്ചിയെ അപായപ്പെടുത്താൻ അവന്തികയുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തിയ കബീർ ഖാന്റെ നീക്കങ്ങളെ ശിവയോഗി ചെറുത്തു നിർത്തുന്നു. സച്ചി പോലും അറിയാതെ സച്ചിക്ക് സംരക്ഷണ വലയം തീർക്കുകയായിരുന്നു ശിവയോഗി. ഒടുവിൽ കബീർ ഖാനെ ആശ്രമത്തിന്റെ വെളിയിൽ വരെ എത്തിക്കുകയും അവിടെ നിന്ന് എന്നേക്കുമായി കബീർ ഖാൻ എന്നുള്ള ആ ദുഷ്ടശക്തിയെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ അവന്തിക ആശയക്കുഴപ്പത്തിലായപ്പോൾ എവിടെ പോയി തൻ്റെ സംരക്ഷകൻ, തൻ്റെ സഹായി എവിടെ പോയി എന്ന് ആശങ്കയോടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവന്തികയ്ക്ക് മുന്നിലെത്തിയ മാതാ ദേവമയി തന്നെ ആ സത്യം അവന്തികയെ അറിയിക്കുന്നു. ആള് എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും ശിവയോഗിയുടെ കൺമുന്നിൽ അത് വെളിവാകുമെന്നും അദ്ദേഹം സത്യങ്ങൾ തിരിച്ചറിയുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകിയതോടെ അവന്തികയുടെയും മൂർത്തിയുടെയും മനസ്സിലെ ഭയം ഇരട്ടിക്കുകയായിരുന്നു. എന്നാൽ അതോടൊപ്പം സച്ചിക്ക് ആപത്തൊന്നും സംഭവിക്കാതിരുന്നതിന്റെ പേരിൽ ഇനി അർച്ചനയിൽ മാത്രമാണ് അവരുടെ പ്രതീക്ഷയെന്നും അർച്ചനയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടാതിരിക്കുകയും അതോടൊപ്പം സച്ചി അർച്ചനയെ കാണാതിരിക്കുകയും ചെയ്യണം, അതിനുവേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മൂർത്തിക്ക് നിർദ്ദേശം നൽകുന്നു അവന്തിക. ഇതിനിടയിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന അർച്ചനയൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ശിവയോഗി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഈ പൂർണ്ണ കുംഭം അത് ഈ ക്ഷേത്രത്തിന് ചുറ്റും 3 വട്ടം പ്രദക്ഷിണം വെച്ചിട്ട് വരാനും അത് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ടുപോയ ഓർമ്മകൾ, നഷ്ടപ്പെട്ടുപോയ ജീവിതത്തിലെ യഥാർത്ഥ സത്യങ്ങൾ അതിലേക്ക് തിരിച്ചുവരവുണ്ടാകുമെന്നും മനസ്സ് നിറഞ്ഞ ഭഗവതിയോട് ഭഗവാനോടും പ്രാർത്ഥിക്കാൻ
അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആ പൂർണ്ണ കുംഭവും കയ്യിലേന്തിക്കൊണ്ട് അവിടെ പ്രദക്ഷിണം വയ്ക്കാൻ പോകുമ്പോൾ ആരതിയും സച്ചിയും അവിടെ ചിത്രാ പൗർണമി ആഘോഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുന്നിലെത്തി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് സച്ചി. എൻ്റെ അർച്ചനയെ എനിക്ക് കാണിച്ചു തരണേ ഭഗവാനെ എന്ന്. തൻ്റെ സ്നേഹത്തിൻ്റെയും അവരുടെ പ്രണയത്തിൻ്റെയും ശക്തിയിലും ആഴത്തിലും വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ തീർച്ചയായും തൻ്റെ അർച്ചനയെ തന്നിലേക്ക് എത്തിക്കുമെന്നും ശിവയോഗി അതിനു മുൻപേ തന്നെ ശശിക്കൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിരുന്നു. ഇവിടെ ചിത്രാ പൗർണമി ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ശശിക്ക് നഷ്ടപ്പെട്ടു പോയ കിരീടവും ചെങ്കോലും രാജാധികാരവും ഒക്കെ തിരികെ കിട്ടുമെന്നുള്ളത്, അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ രാജ്ഞിയെയും തിരിച്ചു കിട്ടുമെന്ന്, രാജാവിന് എല്ലാം നേടാൻ കഴിയുന്ന നിമിഷങ്ങളാണ് വരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്റെ അർച്ചനയെ തനിക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് സച്ചി ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നത്. സച്ചി പ്രദക്ഷിണം ചെയ്തു വരുന്നതിന് തൊട്ട് പിന്നാലെയായിരുന്നു പൂർണ്ണ കുംഭവും കയ്യിലെടുത്തുകൊണ്ട് അർച്ചന പ്രദക്ഷിണം ചെയ്തു വന്നെത്തിയത്. സച്ചി ഇതൊന്നും കാണാതെ ഭഗവാന്റെ മുന്നിൽ കണ്ണുകൾ ഇറുക്കിയടച്ച് പ്രാർത്ഥനാ നിരതനായി നിൽക്കുന്ന നിമിഷത്തിൽ പ്രദക്ഷിണം വെച്ച് വന്നെത്തിയ അർച്ചനയ്ക്ക് ശിവയോഗി അനുഗ്രഹം ചൊരിയുകയാണ്. ദേവിയുടെയും ദേവന്റെയും മുന്നിൽ മനസ്സ് കരഞ്ഞുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ അർച്ചന കൈകൂപ്പി നിൽക്കുമ്പോൾ ശിവയോഗി പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും കുട്ടിക്കുണ്ടാകുമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അർച്ചനയുടെ നെറ്റിയിൽ കൈവച്ചു. അങ്ങനെ അവസാന പ്രാർത്ഥനയുടെയും ചികിത്സയുടെയും അവസാന ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നു. മനസ്സിൽ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അർച്ചനയുടെ തിരുനെറ്റിയിൽ കൈകൾ അമർത്തിവെച്ച് അദ്ദേഹം പ്രാർത്ഥനാ നിരതനായി നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഭഗവാനോടും ദേവിയോടും തന്റെ അർച്ചനയെ തിരിച്ചു നൽകണേ എന്ന് മനമുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സച്ചി കണ്ണു തുറന്ന് നേരെ മുന്നിലേക്ക് നോക്കിയപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന അർച്ചനയാണ് സച്ചി കണ്ടത്. അവിടെ ശിവയോഗിക്ക് മുന്നിൽ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന അർച്ചനയെ കണ്ടതോടെ അവിടെ നിന്നുകൊണ്ട് സച്ചി ഉറക്കെ വിളിച്ചു, അർച്ചന. ആ വിളി കേട്ടതും ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണ് അർച്ചന. ഈ സമയം ഗോകുലും ഗൗരിമോളും ആരതിയുമൊക്കെ ചിത്രാ പൗർണമിയുടെ അവസാന പൂജയിൽ പങ്കെടുക്കാനായി അവിടെ നിൽക്കുമ്പോൾ സമൃദ്ധിയുടെ ചികിത്സയുടെ അവസാന ഘട്ടത്തിന് സാക്ഷിയാകാനായി വന്നു നിൽക്കുന്ന ഗോകുലിനും വല്ലാത്തൊരു ഞെട്ടലുണ്ടാകുന്നു. സച്ചി അർച്ചന എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കുന്ന അർച്ചന എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഒരു സ്വപ്നലോകത്ത് നിന്ന് പെട്ടെന്ന് താൻ പുറത്തേക്ക് വന്നതിന്റെ ആശ്ചര്യത്തിൽ അർച്ചന നോക്കി. സച്ചി അരികിലേക്ക് ചെന്നതും അർച്ചന എന്ന് വിളിച്ച് അർച്ചനയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ട ഗോകുലിനും ആരതിക്കും വല്ലാത്ത അതിശയമായി പോയി. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊരു ആശ്ചര്യമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അതോടൊപ്പം തന്നെ ശോഭ തന്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞതിന്റെ വേദനയിൽ, തൊട്ടപ്പുറത്ത് അവന്തിക താൻ ആഗ്രഹിച്ചൊന്നും നേടിയെടുക്കാൻ കഴിയാതെ പോയ തന്റെ ശത്രുവിന്റെ തിരിച്ചുവരവിന് സാക്ഷിയാകേണ്ടി വന്നതിന്റെ നിരാശയിൽ അങ്ങനെ അവന്തികയും നോക്കി നിൽക്കുമ്പോൾ സച്ചി അർച്ചനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീണ്ട വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ പ്രതീക്ഷയും തൻ്റെ കാത്തിരിപ്പിനും തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം സച്ചിയുടെ മനസ്സിൽ നിറഞ്ഞു. അർച്ചന ആശ്ചര്യത്തോടെ സച്ചിയെ നോക്കി. സച്ചിയേട്ടാ എന്ന് വിളിക്കുമ്പോൾ അർച്ചനയെ കെട്ടിപ്പിടിച്ച് ആ മുഖത്ത് ഉമ്മ കൊടുത്തുകൊണ്ട് ഇത്രയും വർഷക്കാലം തൻ്റെ അർച്ചനയെ തേടി നടന്നതിൻ്റെ ഫലം തനിക്ക് നൽകിയതിൻ്റെ സന്തോഷം ഭഗവാന് മുന്നിൽ അറിയിക്കുകയാണ്. സ്വാമി, ഇതാണ് എൻ്റെ അർച്ചന എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുമ്പോൾ അർച്ചന സച്ചിയെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമി, ഇപ്പോൾ എനിക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ സച്ചിയേട്ടനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, എൻ്റെ കുഞ്ഞ്. അങ്ങനെയെല്ലാം അർച്ചന സ്വാമിജിയോട് നന്ദി അറിയിച്ചു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ തിരിച്ചു തന്നതിന് 1000 നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മുന്നിൽ നന്ദി അറിയിക്കുമ്പോൾ സച്ചി പറഞ്ഞു, സ്വാമി, അവിടുന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ അർച്ചനയെ എനിക്ക് ഇത്ര വേഗം തിരിച്ചു ലഭിക്കുമെന്ന്. എന്നാൽ ഇന്ന് ഈ ചിത്രാ പൗർണമി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കുമെന്നും അവിടുന്ന് പറഞ്ഞപ്പോൾ ഇത് എൻ്റെ അർച്ചനയെ തന്നെയാണ് എനിക്ക് തിരിച്ചു നൽകുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അവിടുന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൈ നിറച്ച് അവർ സമ്മാനങ്ങൾ നൽകുമെന്ന്, കൈ നിറച്ച് അനുഗ്രഹം നൽകുമെന്ന് എന്ന് സച്ചി പറയുമ്പോൾ അടുത്തു നിന്ന ഗോകുലിനും ഗൗരിക്കും അതിശയമായി. ഗോകുൽ അതിശയത്തോടെ അരികിലേക്ക് വരുമ്പോൾ അർച്ചനയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഗോകുലിനെയും ഗൗരിമോളെയും മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുന്നു. അർച്ചന ആശ്ചര്യപ്പെട്ടങ്ങ് നിൽക്കുമ്പോൾ അരികിൽ നിന്ന സച്ചി ഗോകുലിനോട് പറഞ്ഞു, സാറേ, ഇതാ എൻ്റെ അർച്ചന. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അർച്ചനയെ കുറിച്ച് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നില്ലേ? ഇതാണ് എൻ്റെ അർച്ചന എന്ന് പറഞ്ഞ് സച്ചി
അർച്ചനയെ കാണിച്ചു കൊടുത്തു. ആരതി അരികിലേക്ക് എത്തിയതും ആരതിയോടും അതേ സന്തോഷത്തോടെ സച്ചി പറഞ്ഞു, വക്കീലെ, ദാ നിൽക്കുന്നു എൻ്റെ അർച്ചന. എൻ്റെ അർച്ചനയെ എനിക്ക് തിരിച്ചു കിട്ടി. വക്കീല് പറഞ്ഞ സത്യം തന്നെയാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ ഭഗവാനോട്, ഈ നിൽക്കുന്ന അർദ്ധനാരീശ്വരനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈ ശിവപാർവതിമാർ അനുഗ്രഹം ചൊരിയുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് സച്ചി തൻ്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാനാകാതെ അങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ആ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയവന്റെ വേദനയോടെയായിരുന്നു ഗൂഗിൾ അരികിൽ നിന്നത്. ഇത്രയും നാൾ തൻ്റെ കുടുംബത്ത് ജീവിച്ചത്, തൻ്റെ ഒപ്പം സമൃദ്ധി എന്ന പേരിൽ തൻ്റെ രണ്ടാം ഭാര്യയായി പലതവണ വിവാഹം ചെയ്യാനായി ശ്രമിച്ചിട്ടും തൻ്റെ താലി ആ കഴുത്തിൽ വീഴാതെ അത്രയും നാൾ ഒരു സംരക്ഷണ വലയം തീർത്ത് ആ കുടുംബത്തിൽ ഇത്രയും നാളും തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി ജീവിച്ച ആ പെൺകുട്ടി അത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഭാര്യ തന്നെയായിരുന്നു എന്നുള്ള സത്യം ഞെട്ടലോടെയാണ് ഗൂഗിൾ അറിയുന്നത്. ഇത്രയും നാളും തനിക്ക് ആ സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ എന്നും സച്ചി അർച്ചന എന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും ആ അർച്ചനയുടെ ഒരു ഫോട്ടോ പോലും ചോദിക്കാനോ ആ ഫോട്ടോ ഒന്ന് കാണാനോ താൻ ആഗ്രഹിക്കാതെ പോയത് വലിയ തെറ്റായി പോയി എന്നും, അങ്ങനെയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും നാൾ കഴിയാതെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നീണ്ട കാലയളവിന് മുൻപേ തന്നെ താൻ ആ സത്യം അർച്ചനയെ അറിയിക്കുമായിരുന്നുവെന്നും സച്ചിയും അർച്ചനയും ഒന്നിക്കുമായിരുന്നുവെന്നും ഗോൽ ചിന്തിച്ചു. അങ്ങനെ നിരാശയോടെ തനിക്കൊരു നഷ്ടമാണ് സംഭവിച്ചതെങ്കിലും തൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഇത്രയും നാളും ഇരുട്ടിലാണ്ട അയാളുടെ ജീവിതം ഇനിയെങ്കിലും വെളിച്ചത്തിലേക്ക് എത്തുമല്ലോ എന്നും, ഇത്രയും നാൾ തൻ്റെ കുഞ്ഞിനൊരു അമ്മയായി തൻ്റെ ഒപ്പം ഉണ്ടാവുകയും ആ കുഞ്ഞിന് നേർവഴി കാണിച്ചു കൊടുത്ത് അവൾക്ക് ഈ ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നൽകി ഇത്രയും നാൾ അവളെ പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിൻ്റെ ആ സന്തോഷം, തൻ്റെ കുഞ്ഞിന് നേർവഴി കാണിച്ചു കൊടുത്ത് അവളുടെ അമ്മയായി തൻ്റെ ഒപ്പം ജീവിച്ച് ഒരമ്മയുടെ കടമകളെല്ലാം ഭംഗിയായി ചെയ്ത് അർച്ചനയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നത് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മറ്റെല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ച് ദൈവത്തോട് നന്ദി അറിയിച്ചു നിൽക്കുന്ന ഗൂഗിളിനരികിലേക്ക് എത്തി ശോഭ ചോദിച്ചു, മോനെ, ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ തന്നെ ഈ ചികിത്സയ്ക്കൊടുവിൽ നമുക്ക് സമൃദ്ധിയെ നഷ്ടമാകുമെന്ന്, നമ്മുടെ ഗൗരി മോൾക്ക് അവൾക്ക് അമ്മയെ നഷ്ടമാകുമെന്ന് എന്ന് വേദനയോടെ ശോഭ ചോദിക്കുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, അമ്മേ, സത്യത്തിനെ എന്നും വിജയമുണ്ടാവുകയുള്ളൂ. എത്ര നാൾ നമ്മൾ സത്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ആ സത്യം ഒരു നാൾ പൊടി നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയൊരു തിരിച്ചറിവും ഇങ്ങനെയൊരു നന്മയും അല്ലെങ്കിൽ ഇങ്ങനെയൊരു മാറ്റവും ഇങ്ങനെയൊരു ജീവിതവും എന്തുകൊണ്ടും നല്ലത് തന്നെയാണെന്നും, ഇത്രയും നാൾ താൻ ആരാണെന്നുള്ള സത്യം പോലും അറിയാതെ ആ പാവം ജീവിച്ചില്ലേ, ഇനിയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ അമ്മേ. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യത്തോടെ ഞാൻ പെരുമാറുകയാണെങ്കിൽ ഒരിക്കലും ഒരു നല്ല ഒരു മനുഷ്യനായി എനിക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം കൂടിയായി ഇതെന്ന് സന്തോഷത്തോടെ ഗൂഗിൾ ശോഭയോട് അറിയിക്കുന്നു.